ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുവചനം മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 41 മുതൽ 50 വരെ. ഒരമ്മച്ചിയെ പരിചയമുണ്ട്. അമ്മച്ചിയുടെ ഭർത്താവ് മുഴുകുടിയനാണ്. കുടിച്ചു വന്നു കഴിഞ്ഞാൽ ഈ അമ്മച്ചി മക്കളെയുമൊക്കെ ഒതിരെ തല്ലാറുണ്ട്. ഏറെ ക്ലേശകരമാണ് അവരുടെ ജീവിതം. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക? അതിന് അമ്മച്ചി നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: എല്ലാം എൻ്റെ ക്രിസ്തുവിനെ പ്രതി ഞാൻ സഹിക്കുകയാണ് ചോദിക്കുന്നത്. എല്ലാം എൻ്റെ ക്രിസ്തുവിനെ പ്രതി ഞാൻ സഹിക്കുകയാണ് ചോദിക്കുന്നത്. അത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന ഒരമ്മ. ഇന്നത്തെ തിരുവചനം തുടങ്ങുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഈ വാക്കുകളിലൂടെയാണ്: നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന്. അതെ, ക്രിസ്തുവിനെ പ്രതി നിങ്ങൾക്കൊരു പാത്രം വെള്ളം തന്നാൽ അതിന് പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വരം. അതെ, ക്രിസ്തുവിനെ പ്രതി ജീവിതത്തില് എല്ലാ അനിഷ്ടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും സഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്കൊക്കെ വേദനയല്ല, മറിച്ച് അത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോൾ തളർന്നു പോകുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് ചുറ്റും കാണാം. എന്നാൽ ഈ സെയിം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന, സന്തോഷത്തോടെ കടന്നു പോകുന്ന, വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന ചില വ്യക്തികളെയും നമ്മുടെ ഇടവകളിലും നമ്മുടെ ചുറ്റുമൊക്കെ നാം കാണാറുണ്ട്. എല്ലാ ക്ലേശങ്ങളിലും ഒരു പുഞ്ചിരിയോടെ ജീവിക്കുന്ന മനുഷ്യര്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യവും, ഇവരൊക്കെ എങ്ങനെയാണ് ഇവർക്കിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ വേദനകളിൽ സാധിക്കുക എന്നത്. അവർക്കൊക്കെ പറയുവാൻ ഒരുപക്ഷെ ഈ അമ്മച്ചു പറഞ്ഞ മറുപടിയായിരിക്കും നമ്മോടുള്ളത്: എൻ്റെ ക്രിസ്തുവിനെ പ്രതി ഇതെല്ലാം സഹിക്കുന്നുവെന്ന്. വേദനയെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, സ്വർഗമാക്കി മാറ്റുവാൻ ഹെൽപ്പുണ്ട് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതൊരു സാഹചര്യത്തെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്തുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുമ്പോൾ ആ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒന്നും നിന്റെ ജീവിതത്തിൽ കറുത്ത അധ്യായങ്ങളായി മാറുകയില്ല. മറിച്ച് അതൊക്കെ നനവുള്ള, നന്മയുള്ള, അനുഗ്രഹമുള്ള, വെളിച്ചമുള്ള, പ്രകാശമുള്ള ജീവിതമായി മാറും എന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ ഈ തിരുവചനം നമുക്ക് ശക്തിയും അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ. സുവിശേഷം പറഞ്ഞു നിർത്തുക ഇപ്രകാരമാണ്: ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ട് പോയാൽ പിന്നെ അതുകൊണ്ട് എന്ത് കാര്യം? അതെ, നിന്നിലും എന്നിലുമുള്ള വിശ്വാസത്തിൻ്റെ ഉറ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവാകുന്ന ദീപത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കൊടുക്കുന്നതൊക്കെയും കാണുന്നതൊക്കെയും ചെയ്യുന്നതൊക്കെയും ക്രിസ്തുവിനെ പ്രതി ചെയ്യുമ്പോൾ ജീവിതത്തിൽ ശക്തിയും അനുഗ്രഹവും ഉണ്ടാകും. പൗലോസ് പുസ്തകം ഓർമ്മപ്പെടുത്തുന്നത് ചെയ്യുന്നതൊക്കെയും ക്രിസ്തുവിനെ പ്രതി ചെയ്യുക എന്നത്. കൊച്ചു ത്രേസ്യയും നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയല്ലേ. ചെയ്യുന്നതൊക്കെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ, നടക്കുന്നതൊക്കെയും ക്രിസ്തുവിന് വേണ്ടി നടക്കുമ്പോൾ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നമുക്ക് താങ്ങായിരിക്കും, തണലായിരിക്കും. പ്രാർത്ഥിക്കാം: ഈശോയെ, ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നിന്നെ ചേർത്ത് മുന്നോട്ട് പോകുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.